ഹലോ, അസ്സാം വലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. സ്പൈസി ബട്ടർ ബീഫ് കറി ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. കാരണം ഇതിൻ്റെ ടേസ്റ്റിനെ വെല്ലം വേറൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ബീഫിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ മുളക് പൊടിയും, ഇനി അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് പെരുക്കിയെടുക്കാം. ഇനി ഇത് മൊത്തത്തിലൊന്ന് പെരുക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു 5-6 വിസിലിൽ വേവിച്ചെടുക്കാനുണ്ട്. ഓരോ പ്രഷർ കുക്കറിൻ്റെ ബ്രാൻഡിനനുസരിച്ചിട്ടാണ് നമ്മൾ ബീഫിൻ്റെയും കണക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു 5-6 വിസിൽ പറഞ്ഞാലും നമ്മൾ ആദ്യം ഒരു 5 വിസിൽ അടിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിവിടെ ഒരു ഹാഫ് കുക്കായിട്ടാണ് നമ്മൾ ബീഫ് കിട്ടിയിരിക്കേണ്ടത്. അപ്പോൾ ഇതാ ഒരു 5-6 വിസിലിന് ശേഷം നമ്മൾ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതിന് കാരണം ഇതാണ്, ഓൾറെഡി ബീഫിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ബീഫിന് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഒരു ചട്ടിയിലേക്ക് 30 ഗ്രാമോളം ബട്ടർ ആഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3-4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല ചെറിയുള്ളിയാണ്. ഒരു 10-15 ചെറിയുള്ളി ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് ഹാഫിലോ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി, അതായത് ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ബട്ടറിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതല്ല, അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി വാട്ടുന്ന സമയത്ത് തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു ചട്ടിയിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 ഗ്രാമോളം ബട്ടർ മതിയാവും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വാട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ കറി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ബീഫില്ലേ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം.
ബീഫിൽ അധികം വെള്ളം ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ബീഫ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ സ്പൈസി ബീഫ് ബട്ടർ കറി ഇവിടെ റെഡിയാവും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിന്ന് വെള്ളം ഊറുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇത്രയുള്ള പരിപാടി. ഇനി അവസാനമായിട്ട് ഓരോ ക്യൂബ് ബട്ടറും കൂടി വെച്ച് കൊടുത്തിട്ട് നല്ല ഒരു മല്ലിച്ചപ്പും കൂടി വെതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസി ബട്ടർ ബീഫ് കറി ഇവിടെ റെഡിയായി. നല്ല അടിപൊളി നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പിന്നെ ബൈ.